ഹായ് ഗൈസ്, ഇപ്പോൾ പൊതുവെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ആർട്ടാണ് ഈ സെൻഡാങ്കിൾ ആർട്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്തു നോക്കാമെന്ന്. ആർട്ട് ചെയ്യാനെടുത്ത സാധനങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഐറ്റത്തിൽ മാത്രം ചെറിയൊരു വശപ്പിശക്. ഈ ഒരു എറേസർ എൻ്റെ ബ്രദർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. എനിക്കിങ്ങനെ വളരെ ക്യൂട്ടായിട്ടുള്ള കുട്ടി ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കി എൻ്റെ ബ്രദർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ഐറ്റമാണ്. ഞാൻ പിന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യത്തേയില്ല, ഇങ്ങനെ സുരക്ഷിതമായി വെച്ചേക്കും. ഉപയോഗിക്കാറില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ സാധനങ്ങളൊക്കെ എന്ന് കരുതിയിട്ട് ഇന്ന് ആദ്യമായിട്ടൊന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ആ ഉദ്ഘാടനത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ഇത് എന്നെക്കൊണ്ട് നടപടിയാകത്തില്ലെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാനത് വിട്ടു. മൂപ്പരെ ശരിയാക്കിക്കൊണ്ടിരുന്ന നമ്മൾ പ്ലാൻ ചെയ്ത പണി നടക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ഇനി നമുക്ക് സെൻഡാങ്കിൾ ആർട്ട് ചെയ്യാൻ തുടങ്ങാം. ഒട്ടും ഡ്രോയിങ് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആർട്ടാണിത്. ഈ ആർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്സ് എന്നിവയൊക്കെ മാറുമെന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ചെയ്തു നോക്കാം. ശരിയാകുമെന്നുള്ള യാതൊരുവിധ പ്രതീക്ഷയും ഇല്ലാതാണ് കേട്ടോ ഞാൻ ഈ ആർട്ട് തുടങ്ങിയത്. പക്ഷെ ചെയ്തു വന്നപ്പം സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇതുപോലെ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലും ആയിട്ട് കുറേ വരകൾ വരച്ചു കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പെറ്റൽസ് പോലെ ഇറഗുലർ ഷേപ്പിൽ സെൻഡാങ്കിൾ ആർട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ക്യാമറ വെച്ചിരിക്കുന്ന ആംഗിൾ ഒരു ഇടുങ്ങിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വരയ്ക്കാനായിട്ടൊരു വശം കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ബുക്ക് എങ്ങനെയൊക്കെയോ തലതിരിച്ചും മറിച്ചുമൊക്കെ വരച്ചെടുത്തു. ഇങ്ങനെ വരച്ചെടുത്തിട്ടുള്ളതിൻ്റെ എല്ലാം ഇടയിൽ കുറച്ച് വൈറ്റ് പോർഷൻസ് ഉണ്ട്. ആ വൈറ്റ് പോർഷൻസ് എല്ലാം നമ്മൾ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ സെൻഡാങ്കിൾ ആർട്ട് ചെയ്യുന്നവരൊക്കെ കാലിഗ്രഫി പെൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കാറുള്ളത്. പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇപ്പം വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ടുമൊക്കെ ഞാൻ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അവസാനം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ലാസ്റ്റ് റിസൾട്ടാണ് കേട്ടോ കാണുന്നത്.